Hello friends, welcome to Mechanical Engineering Solutions. In നമ്മൾ രണ്ടാമത്തെ പ്രഷർ മെഷർമെൻറ്റ് എക്യുപ്മെൻറ്റ്സ് ആയ മാനോമീറ്ററിനെ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് യൂസ് ചെയ്യും. അപ്പം ഇതിൽ ഇൻവേർട്ടർ ടൈപ്പ് ഉണ്ട്, ഇൻക്ലൈൻ ടൈപ്പ് ഉണ്ട്, അങ്ങനെല്ലാം ഉണ്ട്. പക്ഷേ ഈ ഒരൊറ്റ ഫിഗർ വെച്ച് നമുക്ക് കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ എന്താണ് മാനോമീറ്റർ? മാനോമീറ്റർ എന്ന് പറഞ്ഞാൽ മാനോമീറ്റേഴ്സ് ആർ യൂസ്ഡ് ടു മെഷർ പ്രഷറാണോ പ്രഷർ ഡിഫറൻസ് ആണോ? ഓക്കെ, അതാദ്യം നോക്കാം. പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇതൊരു പൈപ്പാണ്. ഇത് രണ്ട് പൈപ്പുകൾ. ഈ രണ്ട് പൈപ്പുകളിൽ ഇടയ്ക്കുണ്ടാവുന്നത്, അല്ലെങ്കിൽ ഈ രണ്ട് പൈപ്പിൻ്റെ അകത്തുള്ള ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡ് നമ്മളെ പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മാനോമീറ്റർ. അത്രേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് രണ്ട് മാനോമീറ്റർ കണക്ട് ചെയ്താൽ, ഒന്നെങ്കിൽ യൂട്യൂബ് മാനോമീറ്റർ, നമ്മൾ പല ടൈപ്പ് മാനോമീറ്റർ പഠിച്ചിട്ടുണ്ട്. രണ്ട് മാനോമീറ്റർ ഇങ്ങനെ വരുന്നത്, യൂട്യൂബ് മാനോമീറ്റർ, ഇൻവേർട്ടർ ടൈപ്പ്, തലതിരിച്ച് വരുന്നത്, നേരെ വരുന്നത്, അങ്ങനെ പല ടൈപ്പും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഫ്ലൂയിഡ് ഉണ്ടാവും. ഇതിനകത്തുള്ള ഹൈറ്റ് ഡിഫറൻസിനാണ് നമ്മൾ എച്ച് എന്ന് പറഞ്ഞെടുക്കുന്നത്, എടുക്കുന്നത്. അപ്പോൾ ഹൈറ്റ് ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള പ്രഷർ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് ഈ ഒറ്റ ഫിഗർ വെച്ചിട്ട് എങ്ങനെ ഇതിനെ പഠിക്കാൻ പറ്റുന്നുള്ളത്. അപ്പം ഒന്ന് രണ്ട് കണ്ടീഷൻ ഉണ്ട്, ജസ്റ്റ് ആ കാര്യങ്ങൾ മാത്രം ഓർത്തുവെക്കാം. നമ്മളിപ്പം ഈ ഒരു പ്രഷർ മെഷർ ചെയ്യുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ലെവൽ, ഇതിപ്പോൾ സെറ്റ് എന്ന് പറഞ്ഞ ലെവലാണല്ലോ, ഈ ലെവലിൻ്റെ അകത്ത് താഴോട്ട് പോകുമ്പോൾ, അതായത് ടു ദ ഡയറക്ഷൻ ഓഫ് ഗ്രാവിറ്റീൻ്റെ ഡയറക്ഷനിൽ പോകുന്ന സമയത്ത് അത് പ്രഷർ പോസിറ്റീവായിട്ട് എടുക്കാം. അതായത് താഴോട്ട് വരുമ്പോൾ പ്രഷർ കൂടുന്നുള്ള രീതിയിലും, ഇതിൻ്റെ മുകളിലോട്ട് പോകുമ്പോൾ പ്രഷർ കുറയുന്നുള്ള രീതിയിലും. അപ്പം ഫസ്റ്റ് പോയിന്റ് എ എടുക്കുകയാണെങ്കിൽ തൊട്ടടുത്ത പോയിന്റ് സി ആണ്. ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ താഴെയാണുള്ളത്. അപ്പം ഈ വാല്യൂ, സിയിലേക്ക് പോകുന്ന വാല്യൂ, അതിൻ്റെ ഈ ഹൈ ഡിഫറൻസ് റോ ജി എച്ച് എടുക്കുമ്പോൾ പോസിറ്റീവ് എടുക്കാം. നേരെ പറഞ്ഞ് സീൻ്റെ അകത്ത് നിന്ന് ഡിയിലോട്ട് പോകുന്ന സമയത്ത്, അതായത് നമ്മളിപ്പം ഒരു പോയിന്റ് എടുക്കുക, സി എന്ന് പറഞ്ഞ പോയിന്റ്, ഈ സി എന്ന് പറഞ്ഞ പോയിന്റ്, ഡി എന്ന് പറഞ്ഞ പോയിന്റ് എബോവ് ദ സി ആണ്. അപ്പം ഈ സീൻ്റെ മുകളിലായതുകൊണ്ട് അതിനെ മൈനസ് റോ ജി എച്ച് വരും. ഡി എന്ന് പറഞ്ഞ പോയിന്റും ഇ എന്ന് പറഞ്ഞ പോയിന്റ് കൺസിഡർ ചെയ്യുമ്പം ഇ എന്ന് പറഞ്ഞ പോയിന്റ് ഡീൻ്റെ താഴെയാണ്. അപ്പം പ്ലസ് റോ ജി എച്ച് വരും. അത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ലൈനിന് താഴോട്ട് വരുമ്പോൾ ടുവാർഡ്സ് ഗ്രാവിറ്റിൻ്റെ ഡയറക്ഷനിൽ പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഓപ്പോസിറ്റ് ദ ഗ്രാവിറ്റി ഡയറക്ഷൻ ആണെങ്കിൽ പ്രഷർ ഡിക്രീസ് ചെയ്യും. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇത് ഒന്നാമത്തെ കൺസെപ്റ്റ്. ഇനി രണ്ടാമത്തെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഈ സി എന്ന് പറഞ്ഞ പോയിന്റും സി ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റും, ഇതിനകത്തുള്ള ഫ്ലൂയിഡ് കണ്ടോ, ഈ ഫ്ലൂയിഡ് ഇവിടെ വരേണ്ടത്, അതായത് സെയിം ഫ്ലൂയിഡാണ്. അപ്പം ഈ ഒരു പോയിന്റ് വന്നാൽ ഇത്ര ഹൈറ്റുള്ള സെയിം ഹൈറ്റ് ആണല്ലോ. അപ്പം ഇന്നലെ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ വെച്ചിട്ട് ഒരു ഹൊറിസോണ്ടലിൽ വരുമ്പോൾ, സെയിം ഹൈറ്റിൽ വരുമ്പോൾ താഴോട്ട് വരുമ്പോൾ പ്രഷർ കൂടും, നേരെ മറിച്ച് ഇങ്ങനെ പോകുമ്പോൾ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, പ്രഷർ കോൺസ്റ്റൻ്റ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ ബാക്കിയുള്ള മാത്രം ഈ ഒരു ഹൈറ്റ് മാത്രം ഡിഫറൻസ് എടുത്താൽ മതി. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ ഡിയും ഡി ഡാഷ് എന്നുള്ള സെയിം ഫ്ലൂയിഡാണ്. അപ്പം ഈ ഒരു ഏരിയ നമുക്ക് സ്കിപ്പ് ചെയ്യാം, ഇതിന് താഴോട്ടുള്ള മാത്രം എടുത്താൽ മതി. ഇപ്പോൾ ഇയും ഇ ഡാഷും സെയിം ആണ്. അപ്പം ഈ ഒരു ഏരിയ സ്കിപ്പ് ചെയ്യാം, അതിന് ബാക്കിയുള്ള എടുക്കും. അപ്പം വി ക്യാൻ സ്കിപ്പ് ദ പോർഷൻസ് have same elevation and same fluid. ഓക്കെ, അപ്പം ജസ്റ്റ് കാര്യം ഓർത്തിക്കുക. ഒന്നാമത് താഴോട്ട് വരുന്ന സമയത്ത് പ്രഷർ കൂടും, മുകളിലോട്ട് വരുന്ന സമയത്ത് പ്രഷർ കുറയും. പിന്നെ സെയിം ഹൈറ്റ് വരുന്ന സമയത്ത് സെയിം ഫ്ലൂയിഡ് ആണെങ്കിൽ ആ ഏരിയ നമുക്ക് സ്കിപ്പ് ചെയ്യും. അപ്പോൾ എങ്ങനെ അതിൻ്റെ അകത്ത് പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കുക? അതായത് പി എ എന്ന് പറഞ്ഞ പോയിന്റും പ്രഷർ ഡിഫറൻസ് ആയിട്ട് ഇതിവിടെ എ എന്ന് പറഞ്ഞ പോയിന്റ് പി എയും പ്രഷർ ഡിഫറൻസ് ആയിട്ട് ബിയിലുള്ള പി ബി. അപ്പം നമുക്ക് പ്രഷർ ഡിഫറൻസ് ആയിട്ട് പി എ മൈനസ് പി ബി അല്ലെങ്കിൽ പി ബി മൈനസ് പി എ കാണണമെങ്കിൽ എങ്ങനെ കാണാൻ നോക്കാം. നമുക്ക് തുടങ്ങുന്ന തന്നെ നമുക്ക് അറിയുന്നൊരു പോയിന്റ് ഉണ്ടാവും, പി എ. ആ പി എ തൊട്ട് തുടങ്ങാം. അപ്പം ഫസ്റ്റ് പോയിന്റ് പ്രഷർ അറ്റ് എ. ഓക്കെ, അത് നമുക്ക് റോ ജി എച്ച് ഒന്നും എടുക്കേണ്ട, ഡാറ്റ വാല്യൂ ഉണ്ടാവും. ആ പ്രഷർ അറ്റ് പോയിന്റ് എ കണ്ടുപിടിച്ചു. പിന്നെ അടുത്ത വാല്യൂ ഞാൻ പറഞ്ഞു താഴോട്ടാണ് വരുന്നത്, സി എന്ന് പറഞ്ഞ പോലെ പർട്ടിക്കുലർ ഹൈറ്റ് താഴോട്ട്. അപ്പോൾ ഈ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വരും? സെഡ് എ മൈനസ് സെഡ് ഡി. അതായത് എൻ്റെ ഹൈറ്റാണ് സെഡ് എ, സിൻ്റെ ഹൈറ്റാണ് സെഡ് ഡി. അപ്പം പ്ലസ് പിന്നെ ഇതിനകത്തുള്ള
ലിക്വിഡ് റോ 1, അതായത് ഇതിൻ്റെ ഒരു ഡെൻസിറ്റി ഉണ്ട്, ഇതിൻ്റെ റോ 2, ഇത് റോ 2, ഇത് റോ 3. അപ്പം 3 ഫ്ലൂയിഡാണുള്ളത്. അപ്പം 3 ഫ്ലൂയിഡ് ആകുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഉള്ളത് റോ 1 ജി എച്ച് എന്ന് പറയുമ്പോൾ ZA മൈനസ് ZC. ഓക്കെ, ഈ ഒരു ഹൈറ്റ് ഡിഫറൻസ് ആണ് നമുക്ക് വേണ്ടത്. ഫസ്റ്റ് ഹൈറ്റ് കിട്ടി. പിന്നെ രണ്ടാമത്തത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഹൈറ്റ്, ഈ ഒരു ഏരിയ, അതായത് ഇത്രയും ഏരിയയിൽ നമ്മൾ സെയിം ഫ്ലൂയിഡാണ്, സെയിം എലിവേഷനാണ്. അപ്പം ഈ ഒരു ഏരിയ സ്കിപ്പ് ചെയ്യുക. പിന്നെ ബാക്കി നമുക്ക് നോക്കേണ്ടത് ഈ ഒരു ഹൈറ്റ് മാത്രം നോക്കേണ്ടത്. ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ZD മൈനസ് ZC. ഓക്കെ, അതിനകത്തുള്ള ഫ്ലൂയിഡ് റോ 2. അപ്പം അത് മുകളിലോട്ടാണ് പോകുന്നത്. അപ്പം നെക്സ്റ്റ് മൈനസ് റോ 2 ഇൻറ്റു ജി ഇൻറ്റു ഹൈറ്റ് ZD മൈനസ് ZC, അതായത് ഈ ഹൈറ്റ് കിട്ടണം. ZD മൈനസ് ZC. ഓക്കെ, അപ്പോൾ D എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടി. ഇനിയിപ്പം അടുത്തത് ഈ ഒരു ഏരിയ ഡിയും ഡി ഡാഷും സെയിം ഹൈറ്റിലാണ്, സെയിം ഫ്ലൂയിഡാണ്. അപ്പം ഈ ഒരു ഏരിയ നമുക്ക് ഇത്രയും എൻ്റെ ഏരിയ നമുക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ ബാക്കിയുള്ളത് ഈ ഒരു ഹൈറ്റ് മാത്രം എടുത്താൽ മതി. ഈ ഹൈറ്റ് എങ്ങനെ വരുന്നത്? താഴോട്ടാണ് പോകുന്നത്. താഴോട്ട് പോകുമ്പോൾ പ്ലസ് ആവും. പ്ലസ് ഫ്ലൂയിഡ് റോ 3 ജി ഇൻറ്റു ഹൈറ്റ് എങ്ങനെ വരുന്നു? ZD മൈനസ് ZE, അതായത് ഈ ഹൈറ്റാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ZD മൈനസ് ZE കിട്ടി. ഇനി ലാസ്റ്റ് ഏരിയയിലാണ് ഇവിടെ എത്തി. ഈ എന്ന് പറഞ്ഞ പോയിന്റ് എത്തി. ഈ എന്ന് പറഞ്ഞ പോയിന്റ് ഈ ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് സെയിം ഫ്ലൂയിഡാണ്. റോ 2 എന്ന് പറഞ്ഞ ഫ്ലൂയിഡാണ്. ഈ ഫ്ലൂയിഡ് ഇവിടെ വരെ ഉണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഹൈറ്റ് വരുന്നത് ZB വരെയാണ്. ഈ ഹൈറ്റ് ഡിഫറൻസ് പറഞ്ഞാൽ ZB മൈനസ് ZD. അപ്പം ഇതെങ്ങോട്ടാണ് പോകുന്നത്? മുകളിലോട്ട് പോകുമ്പോൾ മൈനസ് റോ 2 തന്നെ, റോ 2 ജി. അതിപ്പം വേറെ ഫ്ലൂയിഡ് ആണെങ്കിലും കുഴപ്പമില്ല. ഇവിടെ ഇപ്പം റോ 4 ആണെന്നെങ്കിലും റോ 4 ഇൻറ്റു ജി ഇൻറ്റു ZB മൈനസ് ഈ ഹൈറ്റ് ഡിഫറൻസ് ആണ്, ചെറിയ ഹൈറ്റ്. അപ്പം ZB മൈനസ് ZD ഈക്വൽ ടു പ്രഷർ അറ്റ് B. അപ്പം ഇങ്ങനെയാണ് ജസ്റ്റ് സൊല്യൂഷൻ എടുക്കേണ്ടത്. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിലും ഈ ഒരു രീതിയിൽ നമുക്ക് തുടർന്ന് പോയാൽ ഡയറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റും. ഇത് കോംപ്ലിക്കേറ്റഡ് ആണ്, കുറച്ച് പാടാണെന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. ജസ്റ്റ് ഒറ്റ കാര്യം, ഒരു ഭാഗത്തു നിന്ന് തുടങ്ങുക, ആ ഭാഗത്ത് അടുത്ത ഭാഗത്തേക്ക് പോവുക. 2 റൂൾ മാത്രം നോക്കിയാൽ മതി. അതായത് നമ്മൾ എടുക്കുന്ന പോയിന്റ് അടുത്ത പോയിന്റ്, അതായത് റെഫറൻസ് പോയിന്റ് തൊട്ടടുത്ത പോയിന്റ് വരുന്നത് താഴെയാണെങ്കിൽ അത് പോസിറ്റീവായിട്ടും, റെഫറൻസ് പോയിന്റ് തൊട്ടടുത്ത പോയിന്റ് മുകളിലാണ് വരുന്നതെങ്കിൽ അത് നെഗറ്റീവായിട്ട് എടുക്കുക. പിന്നെ സെയിം ഫ്ലൂയിഡ് ഒരേ എലിവേഷൻ, ഒരേ ഹൈറ്റിൽ വരികയാണെങ്കിൽ ആ ഒരു ഏരിയ നമുക്ക് സ്കിപ്പ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പം ഇത്രയാണ് ഇതിൽ എടുക്കേണ്ടത്. അപ്പം ഇതിനകത്ത് ഈ ഒരു ഏരിയ, ഇത് പ്രഷർ അറ്റ് C, അതായത് C എന്ന് പറഞ്ഞ പോയിന്റിലുള്ള പ്രഷറാണ് ഇത് കിട്ടിയത്. അപ്പം പിന്നെ വരുന്നത് ഈ ഒരു ഏരിയ, ഇത്ര ഏരിയ എന്ന് പറഞ്ഞാൽ പ്രഷർ അറ്റ് D. പിന്നെ ഇവിടെ വരെ വരുമ്പം പ്രഷർ അറ്റ് E വരും. ഇത് കംപ്ലീറ്റ് വരുന്നത് പ്രഷർ അറ്റ് E. ഓക്കെ, പിന്നെ ലാസ്റ്റ് വരുന്നു കംപ്ലീറ്റ് എടുക്കുന്ന സമയത്ത് പ്രഷർ അറ്റ് B കിട്ടും. ഓരോ പോയിന്റ് എടുക്കുന്ന സമയത്ത് അങ്ങനെ ഓരോന്നോരോന്ന് ജസ്റ്റ് നമ്മൾ ഒറ്റയടിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ആദ്യം നമ്മൾ ഫസ്റ്റൊക്കെ ചെയ്ത് പഠിച്ച് അങ്ങനെ ആദ്യം പ്രഷർ അറ്റ് C കണ്ട്, പിന്നെ പ്രഷർ അറ്റ് D കണ്ട്, പ്രഷർ അറ്റ് E കണ്ട്, പ്രഷർ അറ്റ് Bയിലേക്ക് എത്തിക്കും. അതായത് ഓരോന്ന് ആഡ് ചെയ്യും. അത് ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയാണ് ഇത്. അപ്പം ഇതുപോലെ തന്നെയാണ് എല്ലാ പ്രോബ്ലംസും. അതായത് ഇവിടെ ഇൻക്ലൈൻ സെക്ഷൻ വന്നു, ഈ വെർട്ടിക്കൽ സെക്ഷൻ വരും. പിന്നെ ചില സമയത്ത് ഇൻക്ലൈൻ സെക്ഷൻ വരുമ്പോൾ ഒരു സൈൻ തീറ്റ അല്ലെങ്കിൽ അതിനൊരു ചെറിയൊരു സെൻസിറ്റിവിറ്റി ഓഫ് ദ യൂട്യൂബ് മാനോമീറ്റർ എന്ന സംഭവമുണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ് പറഞ്ഞുതരാം ക്ലിയർ ആയിട്ട്. അപ്പം ഇത് ഇത്രയുള്ള കാര്യങ്ങൾ നോക്കാണ്ട് ജസ്റ്റ് ഓരോ പോയിന്റും താഴോട്ട് വരുമ്പോൾ പോസിറ്റീവും മുകളിലോട്ട് പോകുമ്പോൾ നെഗറ്റീവും, അതായത് വാല്യൂ എടുക്കുമ്പോൾ റോ GH എടുക്കുമ്പോൾ PA C എന്ന് പറഞ്ഞ പോയിന്റ് താഴെയാണെന്നാണ്, പ്ലസ് റോ 1 G അതിൻ്റെ ഹൈറ്റ്, പിന്നെ D എന്ന് പറഞ്ഞ പോയിന്റ് മുകളിലാണ്, മൈനസ് റോ G ഇൻറ്റു അതിൻ്റെ ഹൈറ്റ്, പിന്നെ അടുത്ത പോയിന്റ് E എന്ന് പറഞ്ഞ താഴെയാണ്, ഇപ്പോൾ റോ 3 G ഇൻറ്റു അതിൻ്റെ ഹൈറ്റ്, പിന്നെ B എന്ന് പറഞ്ഞ പോയിന്റ് മുകളിലാണ്. അപ്പം അതിൻ്റെ മൈനസ് ആ വാല്യൂ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് മാനോമീറ്ററിൻ്റെ പ്രോബ്ലംസ് ചെയ്യുക. പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ വന്നാൽ ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, വേറെ ക്വസ്റ്റ്യൻസ് ഇല്ല. അതായത് ഈ ഒറ്റ കൺസെപ്റ്റ് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഏത് പ്രോബ്ലം. നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും.
അതായത് ഇതിൻ്റെ പ്രീവിയസ് ഇയർ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഇതിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഇത്രയും സിമ്പിളായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ.